മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ഇത്രയും പേടിയുണ്ടായിട്ടാണോ രാത്രി എന്റെ മതിൽ ചാടിക്കിടന്നത്? പത്തായത്തി നെല്ലുണ്ടെങ്കിൽ ഏത് മതിലേലി ചാടിക്കിടക്കും. സത്യം. വൈൻ കുടിക്കില്ലേ? ഇതെന്താ ഇങ്ങനെ നോക്കുന്നത്? ഏയ്, നീ പൂണൂലൊക്കെ മാറ്റി മതം മാറി ക്രിസ്ത്യാനിയായോ? പൂണൂലൊക്കെ എന്നേ അഴിച്ചതാ. പിന്നെ ഒരേ ദൈവത്തെ തന്നെയല്ലേ പല മതക്കാരും പല പേരും പറഞ്ഞു വിളിക്കുന്നത്. അപ്പോ ഏത് രൂപത്തിന്റെ മുന്നിൽ പ്രാർത്ഥിച്ചാലും ദൈവം കേൾക്കും. അപ്പൊ പെണ്ണുങ്ങളെ മയക്കാനും പഞ്ചാരടിക്കാനും മാത്രമല്ല, ഇങ്ങനെയൊക്കെ സംസാരിക്കാനും അറിയാം. ഈ കണ്ണുകളിൽ ഇങ്ങനെ നോക്കി നിന്ന ഇതിലും വലിയ ഫിലോസഫി ഞാൻ പറയും. സാരമില്ല, ഞാൻ എടുത്തു വെക്കാം. അങ്ങേര് വന്നറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവേ. ഞാനിതൊന്ന് എടുത്തു വെച്ചോട്ടെ സാറേ. ഓ ശരി മാഡം. ഗുഡ് ബോയ്. ഇതുകൂടി. ഈശോയെ, എന്തു പറ്റി? ഇത് വലിയ വില കൂടിയ പൊന്നുംകുരിശ, ആന്റിക് പീസ്. തോമസ് ലേ കേരളത്തിൽ വന്നപ്പോൾ ജ്ഞാനസ്നാനവും കർമ്മങ്ങളും ചെയ്യാൻ ഉപയോഗിച്ച പൊന്നുംകുരിശ പുള്ളിക്കാരന്റെ കളക്ഷനാ. എന്നിട്ടാണോ ഇങ്ങനെ ചുമ്മാ രൂപക്കൂട്ടി വെച്ചേക്കുന്നത്? ഏയ്, ഇത് തോമസിന്റെ ഒരു തിങ്കിങ്ങാ. ഇതിങ്ങനെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ ആരും പിന്നെ ശ്രദ്ധിക്കില്ലല്ലോ, വിലയും കൊടുക്കത്തില്ല. ഇതിപ്പോ കണ്ടത് എന്തായാലും നന്നായി. പുള്ളിക്കാരൻ വരുന്നതിന് മുന്നേ ഞാൻ അടുത്ത് ലോക്കറിൽ വെച്ചിട്ട് വരാം. ഒരു മിനിറ്റ്. നീ ഫോട്ടോ എടുത്ത് കളിക്കാതെ ഇങ്ങോട്ട് വാ. ഇവിടെ വരാൻ. ശാന്തനു, നീ എവിടെ എന്തെടുക്ക? ഒന്നുമില്ല, ഞാൻ വെറുതെ. നീ വെറുതെ നിൽക്കുകയാണെങ്കിൽ ഫോട്ടോസ് ഒന്ന് മെയിൽ അയക്കേ. വേണ്ട വേണ്ട വേണ്ട, മെയിൽ മതി, അതാ സേഫ്. മെയിൽ ഐ ഡി എന്താ? Teresa1983@gmail.com. Teresa1983@gmail.com. അതെ, എന്താടാ? 1983 ഡേറ്റ് ഓഫ് ബർത്ത് ആണോ? ആ, September 1, 1983. സെപ്റ്റംബർ
അപ്പൊ ഇന്ന് എത്ര ടിക്കറ്റിന്റെ വില? 12,000. ആഹാ. അപ്പൊ 1000 രൂപ ലാഭം അല്ലേ? Yes, yes. പാർട്ടിക്ക് ഇന്ന് തന്നെ അത് കൊടുക്കണം. Okay. അതാണ് വിശ്വാസം. ശരി, ഇന്ന് തന്നെ കൊടുക്കണേ. ശരി. അതാണ് ബിസിനസ്. സോറി മാഷെ, കുറച്ച് തിരക്കായി പോയി. മാഷ പറ. ചന്ദ്രേട്ടാ, ആ എടാ, നീ ഒരു 5 മിനിറ്റ് വിളിയേക്ക്. ഞാൻ വിളിക്കാം. താൻ പറഞ്ഞിട്ട് ഒരാളെന്നെ കാണാൻ വന്നത് വിലയും പറഞ്ഞു. അതല്ലല്ലോ കാര്യം. കച്ചവടത്തിൽ നഷ്ടവും ലാഭവും മാത്രമല്ല, വിശ്വാസം എന്ന് പറഞ്ഞ സാധനം കൂടിയുണ്ട്. ആ വിശ്വാസത്തിന്റെ പേരിലാണ് ഒരു മേശയുടെ അപ്പുറവും ഇപ്പുറം ഇരുന്ന് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ന് വെച്ച് വില പറയുന്നതിനൊക്കെ ഒരു മര്യാദയൊക്കെ വേണ്ട ചന്ദ്ര. മാഷ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നു. ഇപ്പൊ ബിസിനസ് ഒക്കെ ഭയങ്കര ഡള്ളാണ്. മാഷ് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യും. ഇവിടെ ചന്ദ്രൻ മേടിച്ചു തരും. മാഷ് പറയുന്ന പൈസ ഞാൻ മേടിച്ചു തരും. എനിക്ക് വേറെ ബയറെ കിട്ടാത്തതുകൊണ്ടല്ല ഞാൻ തൻ്റെ അടുത്തേക്ക് ഓടി വരുന്നു. നേരത്തെ പറഞ്ഞ വിശ്വാസത്തിന്റെ പുറത്താണ്. പിന്നെ വെയിറ്റ് ചെയ്യണമെന്ന് പറയാന്നല്ലാതെ എത്ര നാളത്തേക്കെന്ന് താൻ പറയുന്നില്ലല്ലോ. നീ ആളെ വിട് ചന്ദ്ര. അയ്യോ മാഷെ, അവിടെ ഇരിക്കും. മാഷ് ഇങ്ങോട്ടാ പോന്നേ. അവിടെ ഇരിക്കി. എന്ത് മാഷ്, എന്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. ശരി, പക്ഷെ ഇത് നിന്റെ അവസാനത്തെ അവസരമാണെന്ന് കൂട്ടിക്കോ. താനെ ഓടറാ. നിന്നെ സമ്മതിച്ചെന്ന് പോരെ. കൊള്ളാം. ആഹാ, ഇത് ബോണസ്. ഇതെന്ത് സംഭവം? അവര് വല്ല കേസും കുത്തിപ്പൊക്കിക്കൊണ്ട് വന്നാലേ തടയിടാൻ നമ്മുടെ അടുത്ത് വലുതും വേണ്ടേ. ഇത്തവണ വീഡിയോ ഒന്നും ഒത്തില്ല. ഇത് ഒറിജിനലാടാ. അതുകൊണ്ട് അവളെ അരഞ്ഞാണം ഞാൻ നൈസായിട്ട് പൊക്കി. നമ്മുടെ സേഫ്റ്റി നമ്മൾ തന്നെ നോക്കണ്ടേ. ഭാര്യമാരെ സ്നേഹിക്കാനും കെയർ ചെയ്യാനും സമയമില്ലാത്ത ഭർത്താക്കന്മാരുള്ളപ്പോ നിന്റെ കാര്യം സേഫ് അല്ലടാ. അതൊക്കെ പോട്ടെ, ഇതിന്റെ കാശ് അപ്പൊ കിട്ടും. അത് നീ പേടിക്കണ്ട. കാശേ ഒരാഴ്ചക്കുള്ളിൽ കൃത്യമായിട്ട് നിന്റെ അക്കൗണ്ടിൽ വരും. നിനക്കെന്താടാ, എന്നെ വിശ്വാസമില്ലേ? ചന്ദ്രേട്ടാ, നിങ്ങൾ തന്നെയല്ലേ ഇത് ട്രീസയുടെ ഭർത്താവിന് വിറ്റത്? എന്നിട്ട് മോഷ്ടിക്കാൻ എന്നെ വിട്ടത് നിങ്ങൾ തന്നെ. എങ്ങനെ വിശ്വസിക്കും? തന്തയില്ലാത്തരം കാണിക്കുന്നവരുടെ നാട്ടില് ഒരു കൊച്ചു മലരനെങ്കിലും ആയില്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഏത് അതെന്തിലാട്ടെ, ഇനി ഇങ്ങനത്തെ നക്കാപ്പിച്ച കേസൊന്നും എടുക്കാൻ എന്നെ കൊണ്ടാവില്ല. ഇനി വല്ലതും ചെയ്യുകയാണെങ്കിൽ ലൈഫ് സെറ്റ് ആവണം. നവരത്നങ്ങൾ പതിച്ച ദേവിയുടെ പഞ്ചലോക വിഗ്രഹം, എ വെരി റെയർ ആൻറ്റിക് പീസ്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ കോടികളാണ് വില. വിറ്റ നിന്റെ മാത്രമാണ്, നമ്മുടെ രണ്ടുപേരുടെയും ലൈഫാണ് രക്ഷപ്പെടുന്നത്. നോക്കുന്നു സാധനം ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? വാ, നീ ഇപ്പൊ ഇവിടുന്ന് ഒരാളെ അറിയിപ്പോന്നുണ്ടില്ലേ? സാധനം പുള്ളിയുടെ കയ്യിൽ. കുടുംബവക ക്ഷേത്രത്തിലെയോ മറ്റോ ആണ്. പക്ഷെ വില കൊണ്ട് അങ്ങോട്ട് അടുക്കുന്നില്ല. പിന്നെ മോഷ്ടിക്കാൻ എന്തല്ലേ? അല്ലെങ്കിൽ ഇത് വേണ്ട ചന്ദ്രേട്ടാ. ക്ഷേത്രത്തിലെന്നൊക്കെ പറയുമ്പോ ശരീരത്തിന് കുറുകിട്ട പൂണൂല ഞാൻ അയച്ചു മാറ്റിയിട്ടുള്ളൂ. മനസ്സിന് കുറുകിട്ടത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. കൈ വിറച്ചില്ലെങ്കിലും ചിലപ്പോ മനസ്സ് വിറയ്ക്കും. വേണ്ടെങ്കിൽ വേണ്ട, നിന്റെ ഇഷ്ടം. നമുക്ക് വേറെ വെക്കാം. എന്താ മനുഷ്യ, നിങ്ങൾക്ക് ഉറക്കമൊന്നുമില്ലേ? ഒന്നുമില്ല, നീ പോയി കിടന്നു. എന്താ പ്രശ്നം? കുറച്ച് ദിവസമായില്ല തുടങ്ങിയിട്ട്. ആലോചിച്ചിട്ടൊരു സമാധാനം കിട്ടുന്നില്ല. സമാധാനം പോവാനേ ഇവിടെ ഇപ്പൊ എന്താ ഉണ്ടായത്? ഇതിപ്പോ 5ാമത്തെ ഇൻസിഡന്റാ, അതും 6 മാസത്തിനുള്ളിൽ. നല്ല പ്രഷറുണ്ട്. നിങ്ങൾ എന്തിനാ പ്രഷർ എടുക്കുന്നേ? കേസുമായി മുന്നോട്ട് പോകാൻ അവര് തയ്യാറാകാത്തോണ്ടല്ലേ. പിന്നെ പോലീസ് എന്ത് ചെയ്യാനാ? അതൊക്കെ ശരിയാ, കേസാവുന്നില്ലെന്നല്ലേ ഉള്ളൂ. ക്രൈം നടന്നുകൊണ്ടിരിക്കല്ലേ. എൻക്വയറി ആണെങ്കിൽ എങ്ങും എത്തുന്നുമില്ല. ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തായാലും തോറ്റു പിന്മാറാൻ ഞാനില്ല. എവിടെന്നെങ്കിലും ഒരു ഓപ്പണിംഗ് കിട്ടാതിരിക്കില്ല. നോക്കിയിരുന്നോ, അപ്പോഴേക്കും അവൻ രാജ്യം വിട്ടു കാണും. എല്ലായിടത്തും ഈ ഭാര്യമാരെ പ്രശ്നം. അതിന് ഞാൻ എന്ത് ചെയ്തു? നീ അടക്കമുള്ള പെണ്ണുങ്ങളുടെ വിചാരി ഭർത്താക്കന്മാരൊക്കെ പോങ്ങന്മാരാണെന്നാ. അതാണ് കണ്ടവന്മാരൊക്കെ പിന്നാലെ നടന്നിട്ട് പോയി പ്രശ്നങ്ങളിൽ ചാടുന്നത്. ഓഹോ, അപ്പൊ ഞാൻ ആ ടൈപ്പാണെന്നാണ് നിങ്ങൾ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം. എന്നെ സംശയമാണല്ലോ. എന്റെ ചക്കരേനെ ഞാൻ സംശയിക്കൂ?
നീ എന്റെ പൊന്നല്ലേ. കൂടുതൽ സോപ്പൊന്നും വേണ്ട, കാര്യം കാണാൻ അങ്ങോട്ട് വാ, അപ്പൊ ശരിയാക്കി തരാം. അല്ല, ഞാൻ പറയട്ടെ.